തൃശൂരിൽ നവജാത ശിശുക്കളെ യുവതിയും യുവാവും ചേർന്ന് കുഴിച്ചിട്ട സംഭവത്തിൽ വിട്ടുമാറാതെ ദുരൂഹത. പുതുക്കാട് സ്വദേശികളായ ഭവിനും അനീഷയുമാണ് തങ്ങൾക്ക് ജനിച്ച കുട്ടികളെ കുഴിച്ചിട്ടത്. രണ്ടാമത്തെ കുട്ടിയെ അനീഷ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്നു പുലർച്ചെ പുതുക്കാട് സ്റ്റേഷനിലെത്തിയ ഭവിൻ കുട്ടികളുടെ അസ്ഥികൾ പോലീസിന് കൈമാറിയതോടെയാണ് ഞെട്ടിക്കുന്ന സംഭവം പുറംലോകം അറിഞ്ഞത്. താനും കാമുകി അനീഷയും തങ്ങൾക്ക് ജനിച്ച 2 ആൺകുട്ടികളെ കുഴിച്ചിട്ടു എന്നായിരുന്നു ഭവിന്റെ മൊഴി. 2021 അനീഷയുടെ വീട്ടിലെ ശുചിമുറിയിലായിരുന്നു ആദ്യത്തെ പ്രസവം. കുഞ്ഞിനെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു. 2024 പിറന്ന രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് അനീഷ പോലീസിന് മൊഴി നൽകി. ശ്വാസം മുട്ടിച്ചാണ് കുഞ്ഞിനെ കൊന്നത്. മൃതദേഹം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു. ആദ്യത്തെ കുഞ്ഞിന്റെ മരണവും പോലീസ് അന്വേഷിക്കും. ഇത് മരണപ്പെട്ടതാണോ, കൊന്നതാണോ, കുഴിച്ചിട്ടു എന്ന് പറയുന്നത് സത്യമാണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി കുറെ ഞങ്ങൾ ഇത്രയും സമയം വെരിഫൈ ചെയ്തു. കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു. രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല, അതവർ കൊന്നത് തന്നെയാണ്. 2 കുട്ടികളുടെയും അസ്ഥികൾ ഭവിൻ സൂക്ഷിച്ചിരുന്നു. കുട്ടികൾക്ക് അന്ത്യചടങ്ങുകൾ നടത്താനാണ് ഇത് എന്നാണ് അനീഷയെ ധരിപ്പിച്ചത്. പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയാൽ ഭീഷണിപ്പെടുത്താനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. സമീപകാലത്ത് ഇരുവരും തമ്മിൽ അകന്നു. തുടർന്നാണ് സംഭവം പുറത്തുവന്നതെന്നും പോലീസ് പറയുന്നു. അനീഷ കുട്ടിയെ കൊല ചെയ്ത വിവരം ഭവിന് അറിയാമായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. പ്രതികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വൈകാതെ ചോദ്യം ചെയ്യും. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മീഡിയ 1 തൃശൂർ.